ധാരാളം വെറൈറ്റീസുള്ള ഒരുപാട് പൂക്കൾ തരുന്ന വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് അഡീനിയം. അഡീനിയം ചെടിയെ റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ അഡീനിയം വാങ്ങുമ്പോൾ ചകിരിച്ചോറ് മാത്രം ചേരുന്ന ഒരു പോട്ടി മിക്സിലായിരിക്കും ഇതുണ്ടാകുന്നത്. അതല്ലെങ്കിൽ കുറച്ച് പശപ്പ് കൂടിയിട്ടുള്ളൊരു മണ്ണിലായിരിക്കും. നമ്മളന്നേരം ഈ ഒരു പോട്ടി മിക്സിൽ തന്നെ ഈ ഒരു ചെടിയെ നിലനിർത്തുകയാണെങ്കിൽ ഈ ഒരു ചെടി വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പോൾ നല്ലൊരു പോട്ടി മിക്സിലേക്ക് നമുക്ക് ഈ ഒരു ചെടിയെ റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു സക്യുലൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുകയും ഇതിൻ്റെ വേരുകളും അതുപോലെ തന്നെ കോഡക്സും ഒക്കെ അഴുകിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലേക്ക് നമുക്കിതിനെ റീപോർട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചെടിയെ നമ്മൾ കൃത്യമായി പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു ചെടി വളരെ ബുഷിയായിട്ട് വളരുകയുള്ളൂ. നമ്മൾ പ്രൂൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ 2ൽ കൂടുതൽ പുതിയ ബ്രാഞ്ചസുകൾ ഉണ്ടാവുകയും ആ കമ്പുകളൊക്കെ തന്നെ നല്ല മെച്ചുവേർഡായിട്ട് വരുമ്പോൾ വീണ്ടും ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ചെടി വളരെ ബുഷിയായിട്ട് വളരുകയും നിറച്ച് പൂവിടുകയും ചെയ്യും. ഇനി നമ്മളിതിനെ റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് വലിയ ചട്ടികളിലേക്ക് വേണ്ട, മീഡിയം സൈസ് ചട്ടിയിലേക്കാണ് നമ്മളിതിനെ റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ചുവട്ടിലുള്ള മുഴുവൻ മണ്ണും നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷമാണ് റീപോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഴയ ചട്ടിയിൽ നിന്നും അതിനെ എടുക്കാനായിട്ട് പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. ചുവട്ടിലെ മുഴുവൻ മണ്ണും നമ്മൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ വേരുകളിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതിൻ്റെ കോഡക്സ് എന്തെങ്കിലും ചെയ്യലുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കോഡക്സ് നല്ല വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ കോഡക്സ് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോഡക്സ് മണ്ണിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ഇതിനെ നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള ചെറിയ ചെറിയ വേരുകളൊക്കെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നല്ല രീതിയിൽ ആ ഒരു കോഡക്സിനെ കാണത്തക്ക രീതിയിൽ വൃത്തിയാക്കി എടുക്കും. നമ്മളിതിൻ്റെ ചെറിയ ചെറിയ വേരുകളൊക്കെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു കോഡക്സിൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളത്തിൽ കുറച്ച് സാഫ് കലക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിനെ ഒന്ന് മുക്കി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഇനി ഇതിനായിട്ട് എടുത്തിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും ഈക്വൽ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ചാണകപ്പൊടി, അതുപോലെ തന്നെ വളരെ കുറച്ചളവിൽ ചകിരിച്ചോറ്, അതുപോലെ എല്ലുപൊടിയാണ്. അഡീനിയത്തിനും അതുപോലെ തന്നെ ബൊഗെയിൻവില്ലയ്ക്കുമൊക്കെ എല്ലുപൊടി വളരെ നല്ലതാണ്. ഇനി ഇതിന് മണ്ണിന് പകരം മണലിന് പകരം നമുക്ക് എംസാൻഡ് എടുക്കാം. അതുപോലെ തന്നെ എംസാൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഷ്ടിക ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ചേർക്കാം. ആ ഒരു പോട്ട് മിക്സ് ആകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകും. നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിലേക്ക് ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളോ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പകുതി മണ്ണ് നിറച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കോഡക്സ് മുകളിൽ വരത്തക്ക രീതിയിൽ അഡീനിയം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വളങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മളിതിനെ റീപോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇനി ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഈർപ്പം വലിയുന്നതിനനുസരിച്ച് ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സാഫ് കലക്കിയ വെള്ളമാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ഇരിക്കും.
റീപോട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ച നമ്മൾ ഇതിൽ ഷെയ്ഡിൽ തന്നെ വെക്കണം. അതിനുശേഷം മാത്രമേ ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ നമ്മൾ അടീനിയത്തെ കഴിവതും ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ കോഡക്സും വേരുകളും ഒക്കെ തന്നെ അഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്.